പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 15 മുതൽ 21 വരെ വാക്യങ്ങൾ. ഈശോ പിതാവായ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയപുത്രൻ തെരുവീഥികളിൽ ശബ്ദമുണ്ടാക്കാത്ത, നഗരവീഥികളിൽ ആരവുമായി തർക്കിക്കാത്ത ആ സഹനദാസൻ എന്ന ചിന്തയും ആ പ്രതിപാദനവുമാണ് ഇന്നത്തെ സുവിശേഷത്തിലുള്ളത്. ഈശോ സൗഖ്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഫരിസേയർക്ക് അത് എതിരാണെന്ന് മനസ്സിലാക്കിയപ്പോൾ തിരുവചനം പറയുന്നു, അവരവനെ കൊല്ലാൻ പരിശ്രമിച്ചു. ഇന്നത്തെ തിരുവചനം പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഇത് മനസ്സിലാക്കിയ ഈശോ അവിടെ നിന്ന് പിൻവാങ്ങി. ഈശോ ഒന്ന് പിന്മാറാനായിട്ട്, പുറകോട്ട് പോകാനായിട്ട് തയ്യാറാകുന്നു. ഈശോ ആരാണെന്ന് മനസ്സിലാക്കിയാൽ അങ്ങനെ ഒരു കാര്യത്തിന്റെ ആവശ്യമില്ല എന്ന് നമുക്കറിയാം. ഈശോ പേടിച്ചിട്ട് ഭയന്നിട്ട് പിന്മാറിയതല്ല, വിവേകപൂർവമായ ഒരു പെരുമാറ്റമാണത്. നമ്മുടെ മാനുഷിക ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ഉണ്ടാവേണ്ട, നമ്മൾ പ്രാവർത്തികമാക്കേണ്ട ഒരു കാര്യം നമുക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടി ഈശോ ചെയ്തതാണത്. ഈശോ ഒരിക്കൽ ശിഷ്യന്മാരോട് പറഞ്ഞു, എനിക്ക് ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ഞാൻ ആവശ്യപ്പെട്ടാൽ 12-ലധികം വ്യൂഹം മാലാഖമാരെ അയച്ച് എനിക്ക് വേണ്ടി പോരാടാൻ പിതാവ് എനിക്ക് വേണ്ടി വലിയ ഒരു സൈന്യ വൃന്ദത്തെ തന്നെ അയക്കും. ഈശോയ്ക്ക് പേടിക്കേണ്ട കാര്യമില്ല. ദൈവമാണ്, ദൈവപുത്രനാണ്, പിതാവ് സംരക്ഷിച്ചുകൊള്ളും. ഈശോ തന്നെ ദൈവമാണല്ലോ. പക്ഷെ ഈശോ ഇവിടെ ഒന്ന് പിന്മാറി കാണിക്കുന്നു, പുറകോട്ട് പോയി കാണിക്കുന്നു. വഴിയിൽ കിടക്കുന്ന ഒരു പാമ്പ് അകലെ നിന്ന് നടന്നു വരുന്ന ഒരാളുടെ കാൽപെരുമാറ്റം കേട്ട് അത് ബോധപൂർവം വഴിയിൽ നിന്ന് മാറി മറ്റൊരിടത്തേക്ക്, സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് പോകുമെന്ന് പറയപ്പെടുന്നു. കാരണം ഇതറിയാതെ വരുന്ന ഒരു മനുഷ്യൻ ഈ പാമ്പിനെ കയറി ചവിട്ടുകയും ആ പാമ്പ് വേദനിക്കുമ്പോൾ അയാളുടെ കാലിൽ കടിക്കുകയും അതുകൊണ്ട് ഇയാൾ ഈ പാമ്പിനെ തല്ലിക്കൊല്ലാനുള്ള, തനിക്ക് ജീവൻ നഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യം മുൻകൂട്ടി കണ്ടു വിവേകപൂർവമായ ഒരു പിന്മാറ്റം പാമ്പ് നടത്തും എന്ന് പറയും. സർപ്പത്തിന്റെ വിവേകം എന്ന് ഈശോ തന്നെ പറയുന്നത് ഒരുപക്ഷെ ഈ രീതിയിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. ചില അപകടകരമായ സാഹചര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് കണ്ട് അതിൽ നിന്ന് ബോധപൂർവം ഒന്ന് പിന്മാറുന്നത്, ഒന്ന് വിട്ടുകൊടുക്കുന്നത്, ഒരു നേർക്ക് നേർ ഏറ്റുമുട്ടലിന് പോകാതിരിക്കുന്നത് വിവേകപൂർവമായൊരു പിന്മാറ്റമാണ്, പക്വതയുടെ ലക്ഷണമാണ്, ആത്മീയതയുടെ അടയാളമാണ്, വളർച്ചയുടെ സൂചനയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിലും പലപ്പോഴും ഞങ്ങൾ ചലഞ്ച് ചെയ്യപ്പെടുന്നു, ഞങ്ങൾ എതിർക്കപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ ഞങ്ങളുടെ മാനുഷികമായ പ്രേരണയിൽ ഞങ്ങൾക്ക് തിരിച്ച് എതിർക്കാനും അവരോട് ഏറ്റുമുട്ടാനും ഞങ്ങളുടെ ശക്തി തെളിയിക്കുവാനുമുള്ള മാനുഷിക പ്രവണതയും പ്രേരണയുമാണ് മനസ്സിൽ വരുന്നത്. പക്ഷെ കർത്താവ്, ഇന്ന് അങ്ങ് ഞങ്ങൾക്ക് നല്ലൊരു മാതൃക തരുന്നു. എല്ലാ ശക്തിയും എല്ലാ അധികാരവും ഉണ്ടായിട്ടും അതിന് പോകാതെ ഒന്ന് പിന്മാറാൻ കാണിക്കുന്ന എളിമയുള്ള വിനയത്തിന്റെ വിവേകപൂർവകമായ ഒരു മനസ്സ് ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളിലും സമൂഹ ബന്ധങ്ങളിലും ചുറ്റുപാടുകളിലുമൊക്കെ മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിലേക്ക് ആ രംഗങ്ങൾ കൂടുതൽ വഷളാക്കാതെ സ്വയം പിന്മാറാനുള്ള ഒരു വിവേകവും മനസ്സിന്റെ വലിപ്പവും ആത്മീയമായ പക്വതയും ഞങ്ങൾക്ക് നൽകണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഈ ദിവസത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.